ഞങ്ങൾ വരാം സുഹൃത്തുക്കളെ. ഞങ്ങൾ കോസ്റ്റ്യൂം ഇട്ട് റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഉത്സവ പൊളിയാക്കാൻ. അണ്ണാ പൊളി കോസ്റ്റ്യൂം കേട്ടാ. എങ്ങനെയുണ്ട്? സെറ്റ് സാരം. വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആരും കാണാനില്ല, പുല്ല് നാണം കെട്ടിയ. ഹലോ ചേച്ചി നമസ്കാരം. ആരൊക്കെ ഇവിടെ ഉണ്ടെന്ന് കേട്ടായിരുന്നു. നിങ്ങളാണോ കാത്തിരുന്നത്? നിങ്ങളല്ലേ കാത്തിരുന്നത്? എന്നാ ഞാൻ പോണം. പോണ്ടേ പോണ്ടേ. എന്താ പേരെന്തായിരുന്നു? എന്റെ പേര് രാധ. ഞാൻ പ്രസാദിന്റെ അമ്മൂമ്മ. പ്രസാദിന്റെ അമ്മൂമ്മയാണോ? മാമി, ഇത് പ്രസാദിന്റെ മാമി. ഹലോ നമസ്കാരം മാമി. പ്രസാദിന്റെ മാമി. ഹലോ നമസ്കാരം. എന്താ പേര് മക്കളെ? നിളയോ? ഇതോ പൂജ. നിളയും പൂജ എവിടെ പോവാ? ഓക്കെ. എന്തിനാ എവിടെ നിക്കണേ? വെറുതെ. ഓക്കെ, അപ്പൊ ഞാൻ പോട്ടെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നം ആദ്യമേ ആ ഒരു വീഡിയോ വേണമെങ്കിൽ ഒന്നും കൂടെ കണ്ടിട്ടോ. ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അത് ഫസ്റ്റ് ചെയ്യുക. ചിലവർക്ക് തോന്നാൻ ചിലവർക്ക് തോന്നാതിരിക്കാം. ഇത് കഴിഞ്ഞ ദിവസം കാർത്തിക് സൂര്യ ഇട്ടൊരു വീഡിയോ ആണ്. കാർത്തിക് സൂര്യ അറിയാവുന്ന കുറേ അധികം പേരുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറാണ്. അതുപോലെ തന്നെ റിയാലിറ്റി ഷോയിലൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം ആ ഒരു യൂട്യൂബറായിട്ടുള്ള കാർത്തിക് സൂര്യ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ തൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഉത്സവത്തിന് പോകുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നു, വീട്ടിൽ പോകുന്നു. അവിടെ ചെന്നതിന് ശേഷം ആൾക്കാരെ കാണുന്നു, അവിടുത്തെ ഉത്സവം ആഘോഷിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. ഇതൊക്കെ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോയിൽ തന്നെ കാർത്തിക് പറയുന്നുണ്ട്, ഇതിൽ നമ്മൾ എന്താ പറയുക, ഫുള്ളായിട്ട് ഞാൻ എന്താണെന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടു നോക്ക്. ചിലപ്പോൾ ഇതിൽ നിങ്ങൾ എന്നെ കുറ്റം പറയാം. ചിലപ്പോൾ എന്നെ സ്നേഹിക്കുന്നവരുണ്ടായിരിക്കും. അവർ സ്നേഹിക്കുന്നവർ അങ്ങനെ എന്നെ സ്നേഹിക്കാം. ചിലവർ എന്നെ കുറ്റം പറയാം. സോ അങ്ങനെ എന്താണ് കുറ്റമെന്ന് നിങ്ങൾ വീഡിയോ കണ്ടപ്പോഴത്തേന് കുറേ അധികം കാർത്തിക് പറഞ്ഞ കണക്ക് തന്നെ ആൾക്കാർ കുറ്റം പറയാനും തുടങ്ങി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക് സൂര്യ ഈ ഒരു വീഡിയോയിൽ കുടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുള്ളത്. എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇത് ആൾക്കാർ കുട്ടികളൊക്കെ തന്നെ കാണുന്നതല്ലേ? ഇങ്ങനെ കുടിച്ചിട്ട് വീഡിയോസും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ അവരിതൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആവത്തില്ലേ? നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലേ എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഫുള്ളായിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് ആയിരുന്നു കാർത്തിക് സൂര്യയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. സോ ഞാൻ ആ ഒരു വീഡിയോ ഫുള്ള് കണ്ട സമയത്ത് ഓക്കെ, നമുക്ക് ചെറുതായിട്ട് ഫീലായി കുടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. പക്ഷേ കാർത്തിക് തന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ റിയലായിട്ട് എങ്ങനെയാണോ പെരുമാറുന്നത്, ഞാൻ എങ്ങനെയാണോ ഉള്ളത് അതേ കണക്കാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നത്, പുറത്ത് കാണിക്കുന്നത്. ചിലവർക്ക് എന്നെ ഇഷ്ടപ്പെടാതിരിക്കാം, ചിലവർക്ക് ഇഷ്ടപ്പെടുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യമൊക്കെ കാർത്തിക് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫുള്ള് ഈ ഒരു ഉത്സവത്തിന് പോകുന്നത്, എൻജോയ്മെൻറ്റ് അതൊക്കെ തന്നെ ആയിരുന്നു. ഇതിന് മുമ്പ് ഇതേ കണക്ക് ഫ്രണ്ട്സുമായിട്ടൊരു അവർ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഡാൻസ് കളിയും പാർട്ടി പോലെയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നും ഇതേ കണക്ക് കള്ളു പിടിച്ചിട്ടുള്ളതായിട്ട് എല്ലാവരും പറഞ്ഞ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോ എടുത്ത് ഇടുന്നത്? ഇത് വലിയ എന്താ പറയുക, വരുന്ന തലമുറയൊക്കെ കാണുന്നതല്ലയോ? ഇത് അവർ കണ്ടു കഴിഞ്ഞാൽ അവർ ഇതുവഴി ഇൻഫ്ലുവൻസ് ആവും. ഇൻഫ്ലുവൻസ് ആയിക്കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ തലമുറ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആ ഒരു കമൻറ്റ് ബോക്സിൽ കാർത്തിക്കിനെതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കമൻറ്റ്സ് നെഗറ്റീവാണ് വന്നിട്ടുള്ളത്. നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ കണ്ട സമയത്ത് ഓക്കെ, ഈ ഒരു പോയിൻ്റ് പറഞ്ഞ ഒരു കാര്യം റൈറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതിൽ ആൾക്കാർ കമൻറ്റ് ഇട്ടത് തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കാർത്തിക് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കണക്ക് ഞാൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് ഇത് കാണിക്കാൻ പോകുന്നതെന്നുള്ളൊരു കാര്യം. പക്ഷേ എന്നിരുന്നാൽ പോലും കാർത്തിക് ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. ഈ ഒരു കമൻറ്റ് ബോക്സിൽ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ കുറേയധികം കാർത്തികിനെ ഫോളോ ചെയ്യുന്നുണ്ട്, വീഡിയോസ് കാണുന്നവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേനും ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കുട്ടികളൊക്കെ ഈ ഒരു യൂട്യൂബ് യൂസ് ചെയ്യുന്നതാണ്. കാർത്തികിനെ ഇഷ്ടപ്പെടുന്ന കുറേ കുട്ടികളുണ്ട്. ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാർത്തികിൻ്റെ അടുത്ത് വന്നിട്ട് കുറേയധികം കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേനും ഇതൊക്കെ ചിലപ്പോൾ ഒരു എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് വരാൻ ചാൻസ് ഉണ്ട്. കമൻസിൽ പറഞ്ഞത് ഒരിക്കലും ഫുള്ള് തെറ്റെന്നോ അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. അത് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ കുട്ടികൾ ഇൻഫ്ലുവൻസ് ആവാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് കാർത്തിക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ അത് കാർത്തിക് ഞാൻ എന്താണ് എന്നുള്ളൊരു കാണിക്കുന്ന ഒരു വ്ലോഗ് പോലെ ഇട്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു കാർത്തിക് കുറച്ചും കൂടി എന്ത് ചെയ്യുക, ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ റിയലായിട്ടുള്ളത് നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ കാണുന്ന ഒരു വലിയ ഓഡിയൻസ് ഉണ്ട്. ആ ഓരോ ഓഡിയൻസിൽ എല്ലാ ടൈപ്പ് ഓഡിയൻസ് ഉണ്ട്. പ്രായത്തിന് മൂത്തവർ കാണാം, അതായത് അഡൽട്ട് ആയിട്ടുള്ള ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളുണ്ട്, അതായത് ഒരു ആദ്യത്തെ എന്താ പറയുക ജോലിക്ക് പോകുന്ന അങ്ങനെയുള്ളവരുണ്ട്, വളർന്നു വരുന്ന കുട്ടികളുണ്ട്, സ്കൂളിലൊക്കെ ഉള്ള കുട്ടികളുണ്ട്. അപ്പം
അവരൊക്കെ ഈ വീഡിയോ കാണുമ്പോഴത്തേനും ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ആവാം. ഓക്കെ, ഈ ഒരു ചേട്ടനൊക്കെ ഇതേ കണക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്കും ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാം. പക്ഷേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നമ്മളെ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ കയ്യിലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങൾ കാർത്തിക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കാർത്തിക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴത്തേനും നമ്മൾ പറയും സിനിമ കണ്ട് കുറേയധികം പേര് ഇൻഫ്ലുവൻസ് ആവുന്നു എന്നുള്ളൊരു കാര്യം, അത് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ചധികം സിനിമകൾ കണ്ടിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആവാറുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബിൽ കുറേയധികം ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്, കുറേയധികം ഇതുപോലെ എന്താ പറയുക, ഈ കാർത്തികിനെ പോലെയുള്ള കുറേയധികം യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്. ഇവരെല്ലാം കുറേയധികം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്, നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചെയ്യുന്നവരും ഉണ്ട്. ഇപ്പം കാർത്തിക് ഭയങ്കരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഡെയർ ടു ഡ്രീം. അത് ഫോളോ ചെയ്യുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അതിൻ്റെ ബാഡ്ജും കാര്യങ്ങളും കാർത്തികിൻ്റെ വാങ്ങിച്ചിട്ട് കാർത്തികിനെ മെസ്സേജ് അയക്കുന്ന കുറേ പേരുണ്ട്. അപ്പം കുറേയധികം പേര് കാർത്തികിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരൊക്കെ ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ, അതായത് കുട്ടികൾ മേജറായിട്ട് പറയുകയാണെങ്കിൽ അവരിത് കണ്ട് വളരുമ്പോഴത്തേന് ഈ ചേട്ടനൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ ചേട്ടനൊക്കെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേന് ആ ഒരു കുട്ടികളും ഇതിൽ ഇൻഫ്ലുവൻസ് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം എന്നുള്ളൊരു കാര്യം ആൾക്കാർ പറയുന്നതിൽ ഒരു തെറ്റ് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഒന്ന് കാർത്തിക് ശ്രദ്ധിച്ച് തന്നെ പറ്റത്തുള്ളൂ. നമ്മൾ റിയലായിട്ട് കാണിക്കുന്നു എന്നുള്ളതൊക്കെ ഓക്കെയാണ്, പക്ഷേ എന്നിരുന്നാൽ പോലും അതിന് ലിമിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ഒരു വീഡിയോ കണ്ട സമയത്ത് കുറേയധികം പേര് പറയുന്നുണ്ട് അവിടെ നിന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കാർത്തിക് ഇത് കണക്ക് കുടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. എല്ലാവർക്കും ആ ഒരു നടത്തത്തിലായാലും സംസാരത്തിലായാലും എല്ലാം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്ത് ഒരിക്കലും ശരിയായിട്ടില്ല. കാരണം എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴത്തേന് കുറച്ച് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരിടത്തേക്ക് ചെല്ലുമ്പോഴത്തേന് ആ ഒരു മാന്യത കീപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാർത്തിക് അത് വായിക്കുന്നുണ്ടായിരിക്കും, കാർത്തികിനെ അറിയായിരിക്കും. കാർത്തികിന് എനിക്ക് തോന്നുന്നു അതിന് മുമ്പേ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നത് ഞാൻ എന്താണ് റിയൽ എന്ന് കാണിക്കാൻ പോകണം. ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും, എന്നെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടായിരിക്കാം. ഇത് മനസ്സിലാക്കി കൊണ്ട് തന്നെ ആയിരിക്കും ചെയ്തത്. ഇപ്പോൾ കുറേയധികം കമൻസ് ഇപ്പം ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു വന്ന സമയത്ത് കാർത്തികിന് അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാർത്തിക് ഇനി അത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ട് ഓക്കെ ഇനി ഇതുപോലെ ചെയ്യുന്നതിൽ കുറച്ച് ലിമിറ്റേഷനൊക്കെ വെച്ചിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു കാര്യമാണ്. കാർത്തിക് അത് ചെയ്യുമ്പോഴത്തേന് ഇങ്ങനത്തെ എന്താ പറയുക ഇങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴത്തേന് കുറേയധികം ഫോളോ ചെയ്യുന്നവർ ഓക്കെ ഇതൊക്കെ തെറ്റാണ് എന്ന് അവർക്ക് തന്നെ മനസ്സിലാവും. അല്ലാതെ കാർത്തിക് ഇത് ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ അവർ വിചാരിക്കും ഇതൊന്നും വലിയ തെറ്റല്ലേ, ഇതൊക്കെ ചെയ്യാവുന്നതാണ്, ആ ചേട്ടൻ ചെയ്യുന്നില്ലേ, അങ്ങനെയൊക്കെ ആ കുട്ടികളും വിചാരിച്ചേക്കാം. സോ നമ്മൾ കാരണം ബാക്കിയുള്ളവർ മോശമായ രീതിയിൽ പോകരുത് എന്നുള്ളൊരു കാര്യം കൊണ്ടായിരിക്കും കമൻറ്റ് ബോക്സിൽ അത്രയും കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നത്. അത് കാർത്തികിന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം കാർത്തിക് ഇതെല്ലാം തെറ്റ് പറ്റിയ തിരുത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇത് കണക്ക് ഞാൻ റിയലായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോസും കാര്യങ്ങളും ഇടുന്നത്. അതുപോലെ തന്നെ റിയലായിട്ട് തന്നെ സംസാരിക്കാറുള്ളത്. അപ്പം കമൻസിൽ വന്നിട്ടുള്ള കാർത്തികിനെതിരെ വന്നിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ്സ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുമെന്നും വിചാരിക്കുന്നു, ആ തിരുത്തുമെന്നും വിചാരിക്കുന്നു. ചിലപ്പോൾ അത് അഡ്രസ്സ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇട്ടേക്കാം. സോ എന്തായാലും ശരി, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ളൊരു എൻ്റെ അഭിപ്രായം ഇത് മാത്രമാണ്. നിങ്ങളിതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലത്തുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്കത് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.